കുട്ടികൾക്കൊക്കെയും സമ്മർ വെക്കേഷൻ ആണല്ലേ. അപ്പോൾ അവർ കുറച്ച് കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഞങ്ങളിപ്പോൾ സമ്മർ ക്യാമ്പിന് ചേർക്കുവാണ് ശിവാനി മോളെയും കേശുകുട്ടനെ. ഫസ്റ്റ് ഡേ ആണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. രാവിലെ തന്നെ രണ്ടുപേരും എണീറ്റ് ഫ്രഷപ്പൊക്കെ ആയി ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം പുറത്ത് മുറ്റത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ബോഡി ഫുള്ളൊന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത ശേഷം ചെറിയ ചൂടുവെള്ളം കുടിക്കും. അത് വളരെ ചെറിയ നാൾ തൊട്ട് നമ്മൾ ശീലിപ്പിച്ച ഒരു ആക്ടിവിറ്റിയാണ്. അവരതെന്നും ചെയ്തു പോരുന്നതാണ്. രണ്ടുപേർക്കും പുതിയ കപ്പൊക്കെ മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ ഉണ്ട് കേശുകുട്ടന്. നെക്സ്റ്റ് കലാപരിപാടി എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം കുറേ മീനുകളൊക്കെ ഉണ്ട്. അപ്പം അതിന് ഫീഡ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി രണ്ടുപേരുടെയും. കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഈ ആക്ടിവിറ്റി ഭയങ്കര ഒരു മനസ്സിന് റീഫ്രഷിംഗ് ആണ്. നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതിന് മുന്നേ ശേഷം നേരെ ബാക്ക് യാർഡിലേക്കാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ ജസ്റ്റ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് ചീരയുടെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെറുതായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ട്. അതിനൊക്കെ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അടുത്ത രണ്ടുപേരും കൂടെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് കോഴിക്കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നതാണ്. ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ വേറെ വലിയ കോഴികളുണ്ട്. ഇത് ശിവാനി മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയ 2 കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സിനകത്ത് തൽക്കാലം കുറച്ച് വളരുന്നത് വരെ കുട്ടികളുമായിട്ടൊന്ന് ഇടപഴകി ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇനി അടുത്ത് അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. സാധാരണ അവർ തനിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് പിന്നെ ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങൾക്ക് കൊണ്ടാക്കിയിട്ട് ഓഫീസിലൊക്കെ പോകണം. അതുകൊണ്ട് കുറച്ച് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വാരി കൊടുക്കുകയാണ് രണ്ടുപേർക്കും. അങ്ങനെ കുളിച്ച് റെഡിയായി രണ്ടുപേരും സുന്ദരനും സുന്ദരിയായിട്ട് പുതിയ ഡ്രസ്സും പുതിയ ബാഗും ഒക്കെ ആയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങുവാണ്. ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ ഇതുപോലെ സമ്മർ ക്യാമ്പ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കണക്കിന് വളരെ നല്ല കാര്യമാണ്. ഒന്നാമത് പുറത്ത് നല്ല ചൂടാണ്. പിള്ളേരെ പുറത്തിറങ്ങി പകൽ സമയത്ത് കളിപ്പിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ സ്കൂളിലാവുന്ന സമയത്ത് അവർക്ക് കുറേ ഫ്രണ്ട്സുമായിട്ട് ഫൺ ആക്ടിവിറ്റീസും കുറേ അധികം ആക്ടിവിറ്റീസ് എല്ലാ സ്കൂളുകാരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സമ്മർ ക്യാമ്പിന്. അവർക്ക് വളരെ ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ അവരുടെ വെക്കേഷൻ ടൈം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളും